ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് എല്ലാ സ്ഥലത്തും ഞാൻ ഇങ്ങനെ തപ്പിയൊക്കെ നോക്കി, കിട്ടിയില്ല. ഒരു മൂലയ്ക്ക് ഇങ്ങനെ ചെടിയുടെ കൂമ്പാരത്തിൽ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു അച്ഛൻ. അന്ന് എനിക്ക് മനസ്സിലായി ലൈഫിൽ അച്ഛൻ പോയി, ഇനിയിപ്പം നമ്മളേ ഉള്ളൂ. സോറി. ആ രണ്ടാനച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് പച്ചക്ക് തെറിയാണ്, ഭയങ്കര മോശമായിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അനിയത്തി ചോദിക്കാൻ വന്നപ്പം ഈ വണ്ടിയുടെ കീ ഉണ്ടല്ലോ, അതുകൊണ്ട് അനിയത്തി കുത്തി ഇവിടെ കണ്ട് അടിക്കാൻ ചെയ്തപ്പോൾ കയറി കൊണ്ടേ. ഈ 6 മക്കളും ഒരുമിച്ച് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കണത് കാണുമ്പോൾ നാട്ടുകാർക്കൊരു പന്തികേട്. ജനസേവ ശിശുവിലേക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോകാനും പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ്. ആ ന്യൂസ് വേറെ രീതിയിലൊക്കെ ആയിരുന്നു തോന്നുന്നു. എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ല. 60 ദിവസത്തെ റിലേഷൻ, 60 ദിവസക്കണക്കാണ്. താലി മേടിച്ച് കെട്ടി. കാണില്ലേ പിന്നെ? ഇല്ല, മറച്ചടന്നു. അതെങ്ങനെ മറച്ചും? പിന്നെ ഞാൻ തന്നെ വീട്ടിൽ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു. എന്ത് താലി കെട്ടിന്നോ? 20 ദിവസം താലി മറച്ചു വെച്ച് നടന്നു. അച്ഛനാവുമ്പം നമ്മള് എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും ആ കുട്ടീനെ നോക്കും, വൈഫിനെ നോക്കും. ഇനിയിപ്പോ നിങ്ങളുടെ ആ ഒരു ലവ് മാരേജിലേക്ക് എപ്പോഴാണ് നിങ്ങൾ വിവാഹത്തിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്? റിലേഷനിലായി എത്ര നാളത്തെ റിലേഷൻ ആയിരുന്നു? ഞാന് 60 ദിവസത്തെ റിലേഷൻ. 60 ദിവസക്കണക്കാണ്. ദിവസത്തെ കണക്കാ. കാരണം കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാവരും ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് റിലേഷൻഷിപ്പിൽ 3 വർഷം 4 വർഷം 5 വർഷം 10 വർഷം വരെ നിന്നിട്ട് പെട്ടെന്ന് അത് ബ്രേക്കപ്പ് ആയി പോകുമ്പം അതിന്റെ പെയിൻ ഉണ്ടല്ലോ, അത് ഒരു ജാതി പെയിനാ. ആ വേദന സഹിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്കത് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഇനി വരുന്നൊരു കുട്ടിയെ ഞാൻ സ്നേഹിക്കുകയോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്താൽ കല്യാണത്തിന് ശേഷം പ്രണയം. 60 ദിവസത്തിനുള്ളിൽ പ്രണയിച്ചില്ല നിങ്ങള്? പ്രണയം തന്നെ. ഞങ്ങള് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ കറങ്ങിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ട്. പിന്നീട് എപ്പോഴാണ് വിവാഹത്തിലേക്ക് എത്തിയത്? ഞാൻ ഇതുപോലെ തന്നെ കാര്യം പറഞ്ഞു ഓപ്പണായിട്ട്, കല്യാണം കഴിക്കണം, നമ്മള് മുന്നോട്ട് തന്നെ പോകണം. ഇതിപ്പോ അവര് സമ്മതിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാവും. എനിക്കും പേടിയാവുന്നുണ്ട്. എന്ത് ചെയ്യും? എനിക്കിപ്പോ ലാസ്റ്റാണ്. എനിക്ക് ഇനി നീയും കൂടി പോയി കഴിഞ്ഞാൽ എന്തോ പോലെ ആയി പോകും. ലൈഫിൽ ആരും ഇല്ലാത്തൊരു ഇത് പിന്നെയും വരാൻ തുടങ്ങും. പിന്നെ വുമൻസിനോടൊക്കെ ഒരു ചെറിയൊരു ഹെയ്റ്റ് വരാൻ തുടങ്ങും. അത് കാരണം കൊണ്ട് എനിക്ക് ഇതോടുകൂടി ലാസ്റ്റ് അവസാനിപ്പിക്കണം കാര്യം പറഞ്ഞു. അപ്പൊ ഞാനത് ഓപ്പണായിട്ട് പറഞ്ഞു. അപ്പൊ അവള് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നായിരുന്നു സമ്മതിച്ചില്ല. ഒരു ദിവസം സമ്മതിച്ചു. ആ ദിവസം എന്നായിരുന്നു? ഡേറ്റ് ഓർമ്മയില്ല. കല്യാണം കഴിച്ച ദിവസം ഓർമ്മയില്ലേ? ഞങ്ങൾ ആദ്യമേ അമ്പലത്തിൽ പോയി ജസ്റ്റ് ഒരു അതിന്റെ വീഡിയോ ഞാൻ ഹൈലൈറ്റ്സിൽ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ഒന്നും കൂടി അല്ല, അതിനു മുമ്പ് ഞങ്ങള് ഹൈലൈറ്റ്സിലുള്ള കല്യാണം എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള കല്യാണമാണ്. അതിനു മുമ്പേ ഞങ്ങൾക്കൊരു മനസ്സിലൊരു തോന്നല് വരണല്ലോ, ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണ്, ഇനി ലൈഫിലൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകില്ല എന്നുള്ളൊരു ലൈഫ്. അതൊരു കാരണം കൊണ്ട് തന്നെ ഞങ്ങള് ഒലിയരുവ് എന്ന് പറയുന്നൊരു അമ്പലമുണ്ട്, വെള്ളച്ചാട്ടം ഉണ്ട്. ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തായിട്ട് പൂട്ടി കിടക്കുന്ന ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന് മുമ്പിൽ ഇരുന്നിട്ട് ഞാനൊരു ദിവസം ഞാൻ കാര്യം പറഞ്ഞ്, ഇവളും ആഗ്രഹിച്ചത് അതാണ്, ആ അമ്പലത്തിൽ കല്യാണം കഴിക്കണം എന്നുള്ളൊരു തോട്ട്സ് വരാൻ തുടങ്ങി. അപ്പം എല്ലാവരും പറഞ്ഞ് ആ അമ്പലത്തിലേക്ക് പോകണ്ട, അത് ഭയങ്കര പ്രശ്നമുള്ള അമ്പലമാണ്, പ്രേതങ്ങളുള്ളതാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ വെള്ളച്ചാട്ടത്തില്. അങ്ങനെ അടുത്തുള്ള ചേച്ചി പറഞ്ഞ് കുഴപ്പമില്ല, നല്ല അമ്പലമാന്നാ പറഞ്ഞു. അപ്പൊ അങ്ങനെ പോയി അവിടെ വെച്ച് ഞാന് പിന്നെ ഇവളും പിന്നെ അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിനെ സപ്പോർട്ട് കൂട്ടി. ഒരു സാക്ഷി വേണല്ലോ. ആരും അറിഞ്ഞില്ല, എന്റെ മുതലാളി പോലും അറിഞ്ഞില്ല. കല്യാണം കഴിച്ചു. എങ്ങനെ താലി കെട്ടിയോ? ജസ്റ്റ് താലി മേടിച്ച് കെട്ടി. കാണില്ലേ? പിന്നെ ഇല്ല, മറച്ചടന്നു. അതെങ്ങനെ മറച്ചും? പിന്നെ ഞാൻ തന്നെ വീട്ടിൽ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞു. എന്ത് താലി കെട്ടിന്നോ? കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് വരാനായിരുന്നു നിന്നെ. അപ്പൊ പെട്ടെന്ന് അമ്മൂമ്മ മരിച്ചു പോയിട്ട് ഞങ്ങക്ക് വരാൻ പറ്റിയില്ല. അമ്മൂമ്മ മരിച്ച ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടാ ഞാൻ വന്നത്.
അപ്പോൾ താലി കെട്ട് കഴിഞ്ഞിട്ട് അപർണയുടെ വീട്ടിൽ പോയി, ചിന്നന്റെ അവിടേക്കും പോയി. അപർണ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അമ്മമ്മ ഉണ്ട്, വയ്യാതെ കിടക്കുമായിരുന്നു. അപ്പൊ നമുക്കിത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പൊ എത്ര ദിവസത്തോളം താലി മറച്ചു വെച്ചു? കുറച്ച് ദിവസം ഉള്ളൂ. കുറച്ച് ദിവസം എന്ന് പറയാൻ 10-20 ദിവസം താലി മറച്ചു വെച്ച് നടന്നു. അൺബിലീവബിൾ. അതെങ്ങനെ? എപ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സാണോ ഇടാ? കഴുത്തിരി ഇറങ്ങിയ ഡ്രസ്സായിരുന്നു. എന്നാലും അമ്മയല്ലേ, എങ്ങാനും ഒന്ന് കുനിഞ്ഞു പോകുമ്പം മാലയിലായിരിക്കും. അമ്മ ഞങ്ങളുടെ കൂടെ അങ്ങനെ നിക്കാറില്ല, ആ പുള്ളിയുടെ കൂടെ ആയിരുന്നു. പുള്ളിയുടെ വീട്ടിലാ നിക്കുന്നത്. ഞാനും അമ്മൂമ്മയും അനിയത്തിയും കൂടി ആ വീട്ടിലുള്ളൂ. അപ്പൊ അമ്മൂമ്മ എന്തായാലും വയ്യാതെ കിടക്കും. അമ്മ പെട്ടെന്ന് അമ്മയ്ക്ക് വയ്യ, ക്യാൻസർ ആയിരുന്നു, പെട്ടെന്നാ വയ്യാതായി. 10-20 ദിവസം താലി മറച്ചു വെച്ച് നടന്നു. അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മയുടെ മരണസമയത്ത് ഇപ്പൊ താലി ഉണ്ട് കഴുത്തില്. മരിക്കുന്നതിന് മുന്നേ ഞാൻ അമ്മയോട് പറഞ്ഞു ഇതുപോലെ കല്യാണം കഴിച്ച്. പക്ഷെ ആ രണ്ടാനച്ഛനുണ്ടല്ലോ, ആ പുള്ളിയോട് പറഞ്ഞ കുറച്ച് പ്രശ്നം, അതുകൊണ്ട് അമ്മ പറഞ്ഞു നിങ്ങള് ജീവിച്ചോളാൻ പറഞ്ഞു. കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞ അപ്പൊ അമ്മൂമ്മയുടെ ചടങ്ങ് അമ്മമ്മയ്ക്ക് അറിയാമോ കല്യാണം കഴിഞ്ഞില്ല? അതറിയാതെയാണോ? അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ കല്യാണം കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അമ്മമ്മ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിതം തുടങ്ങിയത്? ഒരുമിച്ച് ജീവിതം തുടങ്ങിയത് അത് കഴിഞ്ഞ് അമ്മാമ്മയുടെ മരണം കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞ് ഒരു 6 ദിവസം 7 ദിവസത്തൊക്കെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞാനവിടെ ഓപ്പണായിട്ട് കാര്യം പറഞ്ഞ് പെട്ടെന്ന് പോവാം എന്നുള്ള ലെവലില് ഉറപ്പിച്ചു വെച്ചു. കാരണം കെട്ട് കഴിഞ്ഞല്ലേ, ഇനിയിപ്പം ശരിക്കുള്ള കല്യാണം അമ്പലത്തിൽ പോയിട്ട് എല്ലാവരും എൻ്റെ ഫാമിലി അടങ്ങുന്ന ചെറിയൊരു ഫാമിലിയാണ്. അപ്പം അത് എല്ലാവരും ചേർന്നിട്ട് ഒന്ന് കല്യാണം കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടി, അതായത് അവിടെ പോയിട്ട് കല്യാണം കഴിക്കണമല്ലോ ഇനി ശരിക്കുള്ള, അല്ലല്ല ഇവിടെ മലപ്പുറത്ത് തന്നെ. മലപ്പുറത്ത് തന്നെ. അപ്പോൾ അവിടുത്തെ അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവളോട് കാര്യം പറഞ്ഞ് അന്ന് വരാമെന്നും പറഞ്ഞ് 14 അല്ലേ, ജനുവരി 14. ജനുവരി 14 വരാന്ന് പറഞ്ഞു. അന്നത്തെ ദിവസമാണ് അഞ്ജലിന്ന് ഞങ്ങള് എല്ലാം കഴിച്ചിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ട് പോകാനല്ലേ, ഫൈനലാണ് ഇത്, വീട്ടിലേക്ക് കൊണ്ടുപോകണ്ടേ. അപ്പൊ ഇത് ഫൈനൽ കല്യാണം അപ്പൊ കൊണ്ടുപോകണ്ടേ. അപ്പൊ ഞാന് ടെൻഷനാണ്. അന്നത്തെ ദിവസം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 5 മണി വരെ ഉറങ്ങിയിട്ടില്ല അന്ന് ശരിക്കും പറഞ്ഞാൽ. തിരിഞ്ഞു കിടക്കും, മറന്നു കിടക്കും, എഴുന്നേക്കും, പിന്നെയും ടെൻഷനാവും. ഇനിയിപ്പോൾ എങ്ങാനും ഇതും പൊട്ടുമോ, ഇനി ലൈഫിലേക്ക് വരുമോ, ഇനിയിപ്പം ആകെ കുടുങ്ങോ എന്താവോ ഒന്നും അറിയില്ല. എനിക്ക് ടെൻഷനായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എനിക്ക് ടെൻഷൻ വരും, അങ്ങനെയുള്ളൊരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത് ഇവളുടെ വീട്ടിലുള്ള കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇവളുടെ വീട്ടിൽ പ്രശ്നം സിനിമയിലൊക്കെ കാണുന്ന പോലെ പിടിച്ചു വെക്കുമോ എന്നുള്ളതൊക്കെ തോന്നില്ല. അപ്പോൾ പിന്നെ ഇവള് പറഞ്ഞേ, എന്നോട് ഫ്രീ ആയിട്ട് പറഞ്ഞു കൂളായിരിക്കും, ഒന്നും പേടിക്കാനൊന്നുമില്ല, എല്ലാവരും പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്കൊരു ഉള്ളിലൊരു വീട്, രണ്ടും കൽപ്പിച്ച് ഇറങ്ങി വരുമോ. അമ്മയ്ക്കൊക്കെ ഓക്കെ ആണ്. അമ്മ സമ്മതിച്ച്, മൂത്തമ്മ സമ്മതിച്ച്, അനിയത്തി സമ്മതിച്ച്, രണ്ടാനച്ഛനാണ് ഒരു പ്രശ്നം. ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ട് അന്ന് ഇവള് വന്ന് ഞാൻ ഓട്ടോ വിളിച്ച് പോയി കൂട്ടിക്കൊണ്ട് വന്ന്, എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രെയിനിൽ കയറുന്ന സമയത്ത് കയറി കുറച്ച് ദൂരം പോയതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞേക്കണ് രണ്ടാനച്ഛൻ ഇവിടെ തട്ടിക്കൊണ്ടുപോയി, കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി ഒരുത്തൻ. അപ്പോഴത്തേക്കും നമ്മൾ അമ്പലത്തിന് താലി കെട്ടിയില്ലേ? അല്ലല്ല, അപ്പൊന്നും കിട്ടിയിട്ടില്ല. അല്ല, ഞങ്ങള് പോകുന്ന വഴിക്ക് അതായത് ഞങ്ങളുടെ ഫാമിലി ആയിട്ടും നല്ലൊരു കല്യാണം നടത്താൻ വേണ്ടിട്ട് പോകുന്ന വഴിക്ക് കൊണ്ടുപോയി കേസ് കൊടുത്തു. അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനും പറഞ്ഞ് ഇതുപോലെ ഇവളോട് പറഞ്ഞ് ഞാൻ ഓക്കെ നിക്ക്, കുഴപ്പമൊന്നുമില്ല, നിനക്ക് പ്രായം ആയതല്ലേ, അവൾക്ക് ആ സമയത്ത് 19 വയസ്സുണ്ട്, ഓക്കെ ആണ്, കുഴപ്പമില്ല, സ്റ്റേ ആയിട്ട് നിക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞ്. അപ്പോഴും ഇവള് പറഞ്ഞ് എനിക്ക് ടെൻഷൻ ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ആകെ ഭ്രാന്താവുന്നു എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് കരച്ചിലും പിച്ചിലൊക്കെ ആയിരുന്നു. കരച്ചിലൊരു രസമായിരുന്നു കേട്ടോ. കരച്ചില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഉള്ളിന്ന് ദേഷ്യം വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട് എന്നുള്ളൊരു അവസ്ഥ. അവരോട് സംസാരിക്കാനും പറ്റുന്നില്ല,
ആ രണ്ടാനച്ഛനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവര് പച്ചക്ക് തെറി പറയണേ. ഭയങ്കര മോശമായിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഞാനിതിപ്പോ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു, ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു. അപ്പൊ അവിടെ ഉള്ള ഒരു മാഡം ഫോൺ എടുത്തിട്ട് പറയാണ്, നിങ്ങൾക്ക് അവൾക്ക് 19 ആയതല്ലേ, നിങ്ങൾക്ക് പ്രായമായല്ലേ, പിന്നെന്താ കുഴപ്പം, ഇതൊന്നും ഒരു വിഷയമല്ല, നിങ്ങൾ പൊക്കോ, ഫോൺ സ്വിച്ച് ഓഫ് ആക്കിക്കോ, വിളിച്ചിട്ട് എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് അങ്ങനെ സംസാരിച്ചു. ഭയങ്കര സപ്പോർട്ട് സ്റ്റേഷനിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റേഷനിലെ വേറെ SI ഒക്കെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവര് വിളിച്ച് പറഞ്ഞു, ഇതുപോലെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എവിടെയാണോ പോണേ ആ സ്റ്റേഷനിലും കൂടി ഒന്ന് അറിയിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്താ ചെയ്യുക, ഇനിയിപ്പോ അവിടെ കൂടി അറിയിക്കണം, പേടിയാവുന്നുണ്ട്. കിഡ്നാപ്പിംഗ് കേസ് വരുമെന്നുള്ള പേടിയായി. ലാസ്റ്റ് ഇവള് പറഞ്ഞ് ഒന്നും പേടിക്കാനൊന്നുമില്ല, ഒന്ന് അറിയിച്ചേക്കാം, അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റും, നമുക്ക് അറിയിച്ചു. അങ്ങനെ പിന്നെ കല്യാണം കഴിച്ചു, അമ്പലത്തിൽ വെച്ച്. പിന്നെ അച്ഛൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ വന്നതിന് ശേഷം ഇതും പറഞ്ഞ് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് അനിയത്തി ചോദിക്കാൻ വന്നപ്പം ഈ വണ്ടിയുടെ കീ ഉണ്ടല്ലോ, അതുകൊണ്ട് അനിയത്തിയെ കുത്തി, ഇവിടെ എങ്ങാണ്ട് അടിക്കാൻ ചെയ്തപ്പോൾ കയറി കൊണ്ടേ, അങ്ങനെ മുറിഞ്ഞ് അവൾ എന്നെ വിളിച്ച് ഇതുപോലെ പറഞ്ഞ് അടിച്ച്. അവള് കരയപ്പോ എനിക്കും വിഷമായി. അങ്ങനെ പോലീസൊക്കെ വന്ന് പറഞ്ഞു വിട്ടെന്ന് കേട്ടെ. അങ്ങോട്ട് പോയില്ല? പിന്നെ ഉത്സവത്തിന് പോയായിരുന്നു, അവിടെ ഉത്സവം ഉണ്ടായിരുന്നു, പോയായിരുന്നു. ടിഷ്യൂ വേണോ? വേണ്ട. എപ്പോഴും ഇങ്ങനെയാണോ കാര്യങ്ങൾ പറയാറ്? കാരണം ഞാൻ 2-3 പ്രാവശ്യമായി ശ്രദ്ധിക്കുന്നു. വിഷമം വന്നുണ്ട്. ഒന്ന് ബ്രേക്ക് എടുക്കണോ? കുഴപ്പമില്ലല്ലോ. അങ്ങനൊന്നുമില്ല, വിഷമിക്കാനൊന്നുമില്ല, നോർമലായിട്ട് കഴിഞ്ഞ കാര്യല്ലേ. അത്ര ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിർത്തിയാ പോരെ അനീത്തിനെയും അമ്മേനും? അനീത്തി വരത്തില്ല. വരില്ല? ചോദിച്ചിട്ടുണ്ടോ അപ്പൊ? എന്താ വരാത്തെ? വരുന്നില്ല, അമ്മയോടെ നിക്കാന്നാ പറഞ്ഞേ. ആണോ? ആ പുള്ളി പിന്നെയും അമ്മയോടെ സ്നേഹം. അപ്പൊ അമ്മ എന്താ ആ ഒരു റിലേഷനിൽ നിന്ന് പിന്മാറാത്ത? ഇത്രയും മോശമായിട്ടുള്ള ഒരാളാണെങ്കിൽ സ്നേഹം, അതും ഒരു സ്നേഹമാണ്. അവിടെയും സ്നേഹത്തിനാണ് പ്രശ്നം. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണോ പുള്ളിനെ? കൊറേ പ്രശ്നം ഉണ്ടായിട്ടും ഇതുവരെയും വിട്ടിട്ടില്ല. ഇനി നോക്കണ്ട. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ ആവണല്ലോ, നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയില്ലേ? അതല്ലേ ജീവിതത്തില്. ഇനിയിപ്പോ നമുക്ക് ബാക്കിയെല്ലാം വന്നു ചേരുന്നതാ, പക്ഷെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് എന്ന് പറയുന്നത് നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്നതാ. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഷമിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ട്. ആ ഡിവോഴ്സിനൊക്കെ പോവാമെങ്കിൽ പോലും അതൊരു ബാഡ് ചോയ്സ് ആയി പോയതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ലൈഫിലോട്ട് ജീവിക്കാൻ പറ്റുന്ന, കൂടെ നിർത്താൻ പറ്റുന്ന ഒരാളെ കിട്ടിയില്ലേ, അതൊരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമില്ലേ? ഇനി വിഷമങ്ങളെ പറ്റി ഒന്നും ആലോചിക്കണ്ട, ഇനി ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കേണ്ട ടൈം കൂടിയാണ്, വിഷമിക്കരുത് ഒരിക്കലും. ഓക്കെ. അപ്പൊ എത്ര നാൾക്ക് ശേഷം പ്രഗ്നന്റ് ആയത്? മാരേജ് കഴിഞ്ഞു? ഒരു മാസം. കാരണം എനിക്ക് ഏജ് കൂടുതലല്ലേ, അപ്പൊ എന്റെ ഏജിന്റെ പ്രശ്നവും ഞാൻ ഇവളോട് കാര്യം പറഞ്ഞു, എനിക്ക് ഏജ് കൂടുതലാണ്. പിന്നെ എന്റെ ഏട്ടനും പിന്നെ അനിയനും അനിയത്തിക്കൊക്കെ കുട്ടികളുണ്ട്, പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കതൊരു എന്താ പോലെ, ഞാനത് കാര്യം പറഞ്ഞു, മോളൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ആളുടെ സമ്മതത്തോടു കൂടി തന്നെയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല. ആള് ഓക്കെയാണ് അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തില് നമ്മളൊരു ഇപ്പൊ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു കുട്ടിയും കൂടി വരുമ്പം നമുക്കതൊരു ഭയങ്കര ഒരു ഇതാവും, റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്. ഇതൊന്നും വിഷയമല്ല. അതിപ്പോ ഒരു അച്ഛനുണ്ടല്ലോ, ഒരു അച്ഛനാവുമ്പം നമ്മള് എന്ത് സാക്രിഫൈസ് ചെയ്തിട്ടാണെങ്കിലും ആ കുട്ടീനെയും നോക്കും വൈഫിനെയും നോക്കും. ഒരു അച്ഛനാവുമ്പോ അങ്ങനെ തന്നെയാണ്. എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെ. എല്ലാ അച്ഛന്മാരും ഇപ്പം സോറി എല്ലാ അച്ഛന്മാരും അങ്ങനെ ആവണമെന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ ചിന്നന്റെ മനസ്സിൽ അങ്ങനെയാണ് അച്ഛൻ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയാം. സത്യം.
ഇപ്പൊ ചിന്നന്റെ ലൈഫിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഇത്ര നേരം സംസാരിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു വന്ന ഒരാളാണ് എന്നാണ്. അപ്പം ആ ഒരു ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് ഇപ്പൊ തോന്നുന്നത്? ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു ലൈഫിലേക്ക് എത്തിച്ചേരും? ഒരിക്കലും ഇല്ല. നമ്മൾ പോവുക, അത്ര തന്നെ. സാക്രിഫൈസ് ചെയ്ത് പോവുക. എന്തായാലും ലൈഫ് നമുക്കൊരു എൻഡിങ് പോയിന്റ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു എൻഡിങ് പോയിന്റ് ഉണ്ട്. നമുക്കിപ്പം ഭയങ്കര മോശമായിട്ടുള്ള ലൈഫാണെങ്കിലും എത്ര സ്ട്രഗിളുള്ള ലൈഫാണെങ്കിലും ലാസ്റ്റ് അവസാനം എത്തിപ്പെടുന്ന ഒരു ലൈഫുണ്ട്. അതെന്തായാലും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫായിരിക്കും. എനിക്കതിൽ 100% വിശ്വാസമുണ്ട്. പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, ഒരുപാട് റീൽസിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് ഞാൻ കാണാറുണ്ട്. സ്ട്രഗിൾ ചെയ്ത ആൾക്കാരാണ്, അതായത് ലൈഫിൽ ഓവറായിട്ട് സ്ട്രഗിൾ ചെയ്ത് മൊത്തത്തിൽ തകർന്നു കിടക്കുന്ന ഒരാളാണ് ലൈഫിൽ എന്നെങ്കിലും ഒരു ദിവസം നല്ലൊരു ലൈഫിൽ ജയിച്ചിട്ടുണ്ടാവുക. ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ വിജയ് സേതുപതി, പിന്നെ ഷാറുഖ് ഖാൻ, രജനികാന്ത്, ഒരുപാട് പേരുണ്ട്, ലയണൽ മെസ്സി, അങ്ങനെ ഒരുപാട്. മെസ്സി ഫാൻ ആണോ? മെസ്സി അല്ല, റൊണാൾഡോ ആണ്. റൊണാൾഡോ. ഞാൻ ജസ്റ്റ് ഉദാഹരണം പറഞ്ഞു. ഏത് ടീമിലാ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ അതായത് കൊണ്ട് ഞാൻ അതാണെന്നുണ്ടോ? ഇല്ല, എനിക്ക് എന്റേതായ നിലപാടുകളുണ്ട്. ഓക്കെ. ഇപ്പൊ ചിന്നന്റെ പേരൻസ് ഒക്കെ എവിടെയാണ്? ചിന്നൻ പ്രോപ്പർ പേര് കേൾക്കുന്നോണ്ട് ചോദിക്കാണ്, പ്രോപ്പർ കേരള ആണെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ. അതായത് അച്ഛൻ തമിഴ്നാടാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ജനിച്ച് വളർന്ന് പഠിച്ചത് എല്ലാം തന്നെ ഇവിടെ തന്നെ, തമിഴ്നാട്, കേരളത്തിൽ തന്നെ. ഇപ്പൊ ഞാൻ പഠിച്ചത് പോലും ജനസേവാ ശിശുവല്ല. എന്തുകൊണ്ടാണ് ഈ ജനസേവാ ശിശുഭവനില് പഠിച്ചത്? അതില് എത്തിപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഞങ്ങള് ചെറുപ്പത്തില് ഞങ്ങൾക്ക് ആ സമയത്തൊന്നും വീടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞങ്ങൾ തമിഴ്നാട് സ്വദേശികളല്ലേ. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഞങ്ങള് ഇവിടെ കേരളത്തില് വീടും കാര്യങ്ങളൊന്നും ഇല്ല. തമിഴ്നാട്ടിലുണ്ട്, സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അച്ഛൻ്റെ ഫാമിലി പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അവിടേക്കൊന്നും പോലില്ല. അമ്മ കൂട്ടിക്കൊണ്ട് പോലുമില്ല. അപ്പൊ ഞാന് എല്ലാം കൽപ്പിച്ച് ഇങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്ത്, അപ്പൊ റോഡ് സൈഡിലൊക്കെ കിടക്കല്. അപ്പൊ അന്ന് നമുക്ക് എന്താ പറയാ, നാട്ടുകാരൊക്കെ കൊണ്ടുപോയി ഭക്ഷണം തരല്, എന്താ പറയാ, അമ്മ അവിടെ ഇവിടെയൊക്കെ പോവും. കച്ചവടമാണ്, സ്ക്രാപ്പിന്റെ കച്ചവടം കാര്യങ്ങളൊക്കെ. അപ്പം അമ്മ ഇങ്ങനെ സ്ക്രാപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ട് തരും. അപ്പം ഞങ്ങൾ അങ്ങനെ റോഡ് സൈഡിൽ കിടന്നുറങ്ങും. അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കൊരു അമ്മയ്ക്കും അച്ഛനും കൂടി ഞങ്ങൾ മൊത്തം 6 മക്കളാണ് ആ സമയത്ത്. 6 മക്കളാണ്. അമ്മയ്ക്കും അച്ഛനും കൂടിയിട്ട് 6 മക്കൾ. ഞങ്ങൾക്ക് 6 മക്കളാണ് മൊത്തത്തില്. അപ്പോൾ ഈ 6 മക്കളും ഒരുമിച്ച് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കണത് കാണുമ്പം നാട്ടുകാർക്കൊരു ഇത് പന്തികേട്, ഇവരുടെ കുട്ടികൾ തന്നെയാണോ, ഇല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും കട്ടുകൊണ്ടൊന്ന് നിർത്തിയേക്കണതാണോ എന്നൊക്കെ ഒരു തോന്നല്. അങ്ങനെ നാട്ടുകാരൊക്കെ കൂടി പ്രശ്നം ഉണ്ടാക്കി. ഈ കുട്ടികളെ ഇങ്ങനെ നടക്കണ കണ്ടുകൊണ്ട് ജനസേവ ശിശുവിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോകാനും പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോയതാണ്. പക്ഷെ ആ ന്യൂസ് വേറെ രീതിയിലൊക്കെ ആയിരുന്നു തോന്നുന്നു. എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം ഞാൻ ജനസേവ ശിശുവിൽ ചെന്ന് അവിടെ എന്നെ പഠിപ്പിക്കാൻ വിട്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്നാണ് ഒരുവിധം 6ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചത്. അതിനുശേഷം പിന്നെ അവിടെ നിന്ന് വന്ന് ഞാൻ 13 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഹോട്ടൽ ഫീൽഡിൽ ഇറങ്ങാൻ തുടങ്ങി. 13ാമത്തെ വയസ്സിൽ തന്നെ ജോലിക്ക് പോകാൻ തുടങ്ങി. അന്ന് എനിക്ക് 30 രൂപയാണ് ശമ്പളം. 30 രൂപ ശമ്പളം. ദിവസക്കൂലി. ദിവസമല്ല, മാസത്തില് 700 സംതിങ്. മാസത്തില് 30 രൂപയോ? അല്ല, ഒരു ദിവസം 30 രൂപ. ഒരു ദിവസം 30. മാസത്തിൽ എത്ര 700-800 വരും, അറിയില്ല. അപ്പോൾ അങ്ങനെ ആ പൈസയും വെച്ചിട്ട് ഞാൻ വീട്ടിൽ വരും കാര്യങ്ങളൊക്കെ ചെയ്യും. അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവും വരുന്ന ആ സമയത്തൊക്കെ. അച്ഛൻ വെള്ളമടിക്കും, നല്ല വെള്ളമടിയാണ്. നമ്മള് വെള്ളടി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാ കുടിയന്മാരെക്കാളും മുന്തിയ കുടിയൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കുടിയനായിരുന്നു അച്ഛൻ. അച്ഛൻ ഒരു ദിവസം പെരുമ്പാവൂരില് പുഴയിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ സ്റ്റേ ആയിട്ട് നല്ല രീതിയിൽ നിൽക്കാം. അന്ന് ഞങ്ങൾ വാടക വീടൊക്കെ ജസ്റ്റ് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അന്ന് അച്ഛൻ പുഴയിൽ വന്നിട്ട് അപസ്മാരം ഉണ്ടായിരുന്നു അച്ഛന്. പുഴയിൽ വന്ന് നേരെ കുറെ ചെളി കൂമ്പാരത്തിന്റെ ഇടയിൽ വന്നിട്ട് അച്ഛൻ ഇങ്ങനെ കിടന്നു.
അച്ഛൻ അങ്ങനെ കിടന്നപ്പം എനിക്ക് അത് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. കാരണം വെച്ചാല് എനിക്കന്നാ കരച്ചില് വരില്ല. കാരണം വെച്ചാല് അത്രയും ഭയങ്കര ബോണ്ടിങ് ആയിരുന്നു അച്ഛനായിട്ടുള്ളത്. അച്ഛൻ എന്ത് തന്നെയാണെങ്കിലും, അച്ഛൻ കുടിയനാണെങ്കിലും എൻ്റെ അച്ഛനായിരുന്നു. പക്ഷെ എനിക്ക് എന്തും ചെയ്തു തരുന്ന ഒരാളായിരുന്നു. ആ സമയത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് എന്താ പറയാ, എൻ്റെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞ് ഇതുപോലെ അച്ഛൻ ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനും ചേട്ടനും എല്ലാവരും കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം പോലീസ് മറ്റേ ഫയർഫോഴ്സൊക്കെ വന്നിട്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ തപ്പിയൊക്കെ നോക്കി, കിട്ടിയില്ല. ഒരു മൂലയ്ക്ക് ഇങ്ങനെ ചെടിയുടെ കൂമ്പാരത്തിൽ ഇങ്ങനെ കിടക്കണ്ടായിരുന്നു അച്ഛൻ. അന്ന് അവിടെ നിന്ന് എടുത്ത്, അന്ന് എനിക്ക് മനസ്സിലായി ലൈഫിൽ അച്ഛൻ പോയി, ഇനിയിപ്പം നമ്മളേ ഉള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ ആ ഒരു വിവരം കാര്യങ്ങളൊന്നുമില്ല, പഠിപ്പിക്കാനുള്ള ഒരു വിവരം കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഫാമിലിയിൽ ഈ യൂണിവേഴ്സ് എന്നുള്ള ഒരു പേര് ഇടാനുള്ള കാരണം തന്നെ എല്ലാം കൊണ്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ലാംഗ്വേജിൽ സോറി അപ്പോൾ അങ്ങനെയാണ് സംഭവം. അവിടെ പറഞ്ഞ് അതിൽ കൂടെ ഒരു ലഹരിയിൽ അടിമപ്പെട്ട് അങ്ങനെ ഒരു ആരും നോക്കാനും പറയാനും ചോദിക്കാനും ഇല്ലാത്തൊരു ലൈഫ്, അങ്ങനെ ഒരു ലൈഫിൽ ജീവിച്ച് ലാസ്റ്റ് അവസാനം എൻ്റെ മൈൻഡ്സിൽ ഓടി ഒന്നാണ് എനിക്ക് എന്തെങ്കിലും ഒന്ന് ആവണം. എപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് ലൈഫിൽ എന്തെങ്കിലും ആവണം. എല്ലാവരും നമ്മളെ ഒരു രീതിയിലാണ് നോക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റും ഉറപ്പായിട്ടും. അങ്ങനെ ഒരു പേര് ക്രിയേറ്റ് ചെയ്ത് ആദ്യം CJ വാൾക്കർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അക്കൗണ്ടാണ് ഞാൻ തുടങ്ങിയിരുന്നത്. പിന്നെ അത് വാൾക്കർ ഇടാനുള്ള കാരണം ആലൻ വാൾക്കർ അല്ലേ, അവരുടെ ഒരു ഫേവറേറ്റ് ആയിരുന്നു. അപ്പം അങ്ങനെ ഒരു ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പേര് ഇട്ടിരുന്ന്. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പം നമുക്കൊരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം, നമ്മുടേതായിട്ടുള്ളൊരു ലോകം നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് CJ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ്. ഞാനത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് കഴിഞ്ഞാൽ, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ആ ലൈഫ് മനസ്സിലാക്കിയിട്ട് അയാൾ നന്നാവണം. മീൻസ് അയാൾ നന്നാവോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നമ്മുടെ മനസ്സിലുള്ളത് പറയുക ഓപ്പണായിട്ട്. എൻ്റെ ലൈഫിൽ ഇങ്ങനൊരു ബാഡായിട്ടാണ് നടന്നിരുന്നത്, അപ്പം ഞാൻ അനുഭവിച്ചത് ഇങ്ങനെയാണ്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ എൻ്റെ ലൈഫ് ഇങ്ങനെ പോയത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫും ഇങ്ങനെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ആ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരുണ്ട്, ഒരുപാട് യുവാക്കൾ, ചെറിയ ചെറിയ ചെക്കന്മാർ. ഞാൻ 16 വയസ്സും 12, 13 വയസ്സുള്ള ചെക്കന്മാരെ പോലും ഈ ഡ്രഗ് യൂസ് ചെയ്ത് നടക്കുന്ന ഒരുപാട് പേരെ കാണുന്നുണ്ട്. ആ ഒരു ലൈഫിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. ആ ലൈഫിൽ നിന്നൊക്കെ മാറി എനിക്കിപ്പം വേറൊരു ലൈഫിലേക്ക് മാറും. അവരോടൊക്കെ ഇപ്പം എന്താ പറയാനുള്ളത്? സത്യം പറഞ്ഞ പൊന്നു മോനെ, ഞാനും ക്യാമറ നോക്കി തന്നെ പറയാം, പൊന്നു മോനെ, ലൈഫ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. പക്ഷെ കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഒരു 10-32 വയസ്സാകുമ്പോൾ അനുഭവിക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ലഹരിയുടെയും പുറകിൽ നമുക്കൊരു അടി കിട്ടും. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പം ഓക്കെയാണ്. ഒരു സിഗരറ്റ് ഇല്ല, ഒരു സാധനം യൂസ് ചെയ്യില്ല. അങ്ങനെയുള്ളവന്മാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാ, അതായത് അവന്മാരുടെ അടുത്ത് പോലും പോവില്ല. ഇപ്പൊ നമ്മള് ഈ ഒരു ലഹരിയിൽ മാത്രം ഇത് കുറച്ചും കൂടി സമാധാനം ഉണ്ട്. ഉള്ള കാര്യം പറയാം, ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെതായുള്ള ഒരു രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് പോകാൻ പറ്റും. മറ്റത് അങ്ങനെയല്ലല്ലോ, നമ്മൾ ഏതോ ഒരു ലോകത്തല്ലേ കിടക്കുന്നത്. നമ്മുടെ എല്ലാ മനുഷ്യർക്കും ബോധമുണ്ട്, പക്ഷെ ആ ബോധത്തിലാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ മനുഷ്യനും ജീവിക്കേണ്ടത്. ഒരു ബോധമില്ലാണ്ട് ഒരു വെളിവും ഇല്ലാണ്ട് നമ്മൾ എന്തൊക്കെയോ വെച്ചും പേയും പറഞ്ഞ് മറ്റുള്ളവൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി നമ്മുടെ എൻജോയ്മെൻറ്റിന് അവിടെ പോയി ഇവിടെ പോയി കറങ്ങി തിരിഞ്ഞ് അതായത് ഞാൻ 21 സംസ്ഥാനം കറങ്ങിയിട്ടുണ്ട്. 21 സ്റ്റേറ്റ് കറങ്ങിയപ്പോഴും എൻ്റെ മൈൻഡ്സിലുണ്ടായിരുന്നത് ഞാൻ എവിടേക്കാണ് പോണേന്നുള്ളൊരു ചോദ്യം മാത്രമായിരുന്നു.